നമസ്കാർ ബച്ചോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേട്ടി കെ നാം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3-ാം പാർട്ടാണ്. ഈ പാർട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി മുതൽ നോക്കാം. एक दफ़ा की बात है, ईद थी. उस मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. उसके एवज में मैंने मलिका का एक हार उसको दे दिया. दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज़्यादा है. इन कैदियों को दिया जाने वाला खर्चा इसकी ज़रूरत से ज़्यादा है. फिर वही हुआ जिसका डर था. हमारा खर्चा आधा कर दिया गया. ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് അർത്ഥം അറിയാതെ വരുന്ന ചില വാക്കുകളുണ്ട്. ആ ഒരു വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പാരഗ്രാഫ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ചന്ദ് കുറച്ച്, തോഫ സമ്മാനം, ഏവസ് പകരം, മലിക രാജ്ഞി, ഹാർ മാല, ജവാഹിരാത്ത് രത്നങ്ങൾ, കൈദിയോം തടവുകാർ. ഏക് ദഫാ കി ബാത് ഹെ, ഒരിക്കൽ നടന്ന കാര്യമാണ്. ഹിന്ദിയിൽ ഒരിക്കൽ നടന്ന കാര്യമാണ് അല്ലെങ്കിൽ പണ്ടൊരിക്കൽ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഏക് ദഫാ കി ബാത് ഹെ. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരിക്കൽ നടന്ന കാര്യമാണ്. ഈദ് തി, അന്ന് ഈദായിരുന്നു. ഉസ് മോക്കെ പർ ചന്ദ് മുസൽമാൻ മേരെ ലിയെ കുച്ച് തോഫേൻ ലേക്കർ ആയെ. ആ ഒരു അവസരത്തിൽ, മോക്കെ എന്ന് വെച്ചാൽ അവസരം, ആ ഒരു അവസരത്തിൽ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ സമ്മാനങ്ങളുമായി വന്നു. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. അവരെ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ കുറച്ച് സമ്മാനങ്ങൾ ബഹദൂർ ഷാ വാങ്ങിക്കുകയുണ്ടായി. ഉസ്കെ ഏവസ് മേ मैंने मलिका का एक हार उनको दे दिया. അതിനു പകരമായി ഞാൻ അവർക്ക് രാജ്ഞിയുടെ ഒരു മാല നൽകി. ഇവിടെ നിന്ന് നമുക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് അഥവാ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കാരണം എന്ത് തന്നെ ലഭിച്ചാലും അത് തിരിച്ചു കൊടുക്കാൻ, ഏതൊരു സമ്മാനം ലഭിച്ചാലും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ എന്ന് നമുക്ക് ഈ ഒരു വരിയിൽ നിന്ന് മനസ്സിലാകും. दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज़्यादा है. ഈ മുഗളന്മാരുടെ പക്കൽ ധാരാളം രത്നങ്ങളുണ്ടെന്ന് അടുത്ത ദിവസം ആജ്ഞ വന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നേരത്തെ സമ്മാനങ്ങളുമായി വന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ അയച്ച ആളുകളാവാം, അല്ലെങ്കിൽ അവർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബ്രിട്ടീഷുകാരോട് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കാം. പകരം കൊടുക്കാൻ രത്നമാല ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു തരത്തിൽ ആജ്ഞ പുറപ്പെടുവിച്ചത്. ഇൻ കൈദിയോം കോ ദിയെ ജാനെ വാല ഖർച്ച ഇൻകി സറൂരത് സെ സ്യാദാ ഹെ. ഈ തടവുകാർക്ക് നൽകുന്ന ചിലവ് ഇവരുടെ ആവശ്യത്തിലും കൂടുതലാണ്. ഫിർ വഹി ഹുവ ജിസ്കാ ഡർ ഥാ. ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ പിന്നെ സംഭവിച്ചു. ഹമാര ഖർച്ച ആദാ കർ ദിയ ഗയ. ഞങ്ങളുടെ ചിലവ് പകുതിയായി കുറച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ക്യാ ഖബർ കി യഹ് ഖത്ത് തുംകോ മിലേഗാ ബി യാ നഹി. സുൻതാ ഹൂം വേ ആദ്മി ഭരോസെ के काबिल है जिसके हाथ यह खत बेचा जाएगा. लेकिन कितने ही शख्स मैंने ऐसे देखे हैं जो आखिर में दगाबाज और दूसरों के बेचे जासूस साबित हुए.
लेकिन इस गद्य में मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो। एक बाप ने एक बेटी को खत लिखवाया है। न इसमें अपने मुल्क की कोई बात है न गैर मुल्क की। हमारी कब्र परदेश में बनेगी तय है, लेकिन अभी तो हम लकड़ी की भीगी हुई कब्र में सीधा ही दफन है। जब मर जाएंगे तब भी कब्र में ही होंगे। ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. ഇനി നമുക്ക് ഈയൊരു പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാ ഖബർ കി യേ ഖത്ത് തുംകോ മിലേഗാ ബി യാ നഹി. ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാണ്. സുൻതാ ഹും വേ ആദ്മി ഭരോസെ കെ കാബിൽ ഹെ ജിസ്കെ ഹാത്ത് യഹ് ഖത്ത് ബേച്ചാ ജായേഗ. വിശ്വാസയോഗ്യരായ ആളുകളുടെ പക്കൽ ഞാൻ ഈ കത്ത് കൊടുത്തയക്കാം എന്ന് ബഹദൂർ ഷാ പറയുകയാണ്. ലേക്കിൻ കിതനെ ഹി ശഖ്സ് मैंने ऐसे देखे हैं जो आखिर में दाकाबाज और दूसरों के बेचे जासूस साबित हुए. പക്ഷേ ചതിയന്മാരും മറ്റുള്ളവർ അയച്ച ചാരന്മാരാണെന്നും ഒടുവിൽ തെളിഞ്ഞ അത്തരത്തിലുള്ള നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലേക്കിൻ ഇസ് ഖത്ത് में मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो. ഞാനിങ്ങനെ ഇതാലോചിച്ച് ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അങ്ങനെ ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടില്ലല്ലോ. ഏക് ബാപ് നെ ഏക് ബേട്ടിക്കോ ഖത്ത് ലിഖ്വായ ഹെ. ഒരച്ഛൻ ഒരു മകൾക്ക് എഴുതിയ കത്താണ്. ന ഇസ്മേ അപ്നെ മുൽക്ക് കി കോയി ബാത്ത് ഹെ ന ഗേർ മുൽക്ക് കി. ഈ കത്തിൽ നമ്മുടെ രാജ്യത്തെയോ മറ്റ് രാജ്യേതര കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഹമാരി ഖബ്ർ പർദേശ് മേ ഹി ബനേഗി തൈ ഹെ. ഞങ്ങളുടെ ശവകുടീരം വിദേശത്തായിരിക്കുമെന്നത് തീർച്ചയാണ്. കാരണം ബഹദൂർ ഷായെ ഡൽഹിയിൽ നിന്ന് റഗൂണിലേക്ക് നാടുകടത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ഇപ്പോൾ അവിടെ തടവറയിൽ ഇട്ടിരിക്കുകയുമാണ്. ലേക്കിൻ അബി തോ ഹം ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മേ സീതാ ഹി ദഫൻ ഹെ. പക്ഷേ ഇപ്പോൾ നമ്മൾ തടികൊണ്ടുള്ള നനഞ്ഞ ശവകുടീരത്തിൽ ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ അവരെ ബ്രിട്ടീഷുകാർ ഒരു ശവകുടീരത്തിന് തുല്യമായ ഒരു തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് ബഹദൂർ ഷാ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ജബ് മർ ജായെങ്കെ തബ് ബി ഖബ്ർ മേ ഹി ഓങ്കെ. എപ്പോഴാണോ മരിക്കുന്നത് അപ്പോഴും ഞങ്ങൾ ഈ ഒരു ശവകുടീരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് ബഹദൂർ ഷാ തൻ്റെ മരണം ആ ഒരു തടവറയിൽ തന്നെയായിരിക്കുമെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. കത്ത് ഞാൻ നിർത്തുന്നു. ഖുദാ ഹാഫിസ്. ദൈവം രക്ഷിക്കട്ടെ. അങ്ങനെ ഈ ഒരു പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക.